ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മോളാണ്. ഞാൻ ബിഗ് ബോസ് കയറിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടും എത്ര ദിവസമെന്ന് എനിക്ക് അറിയില്ല. അത് മുന്നേ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ കോഴിക്കോട് നിന്ന് എനിക്കറിയില്ല. ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായി ഞാൻ അവിടെ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അനുമോളും ചോദിച്ചു വോട്ട്. അനുമോളും എലിമിനേഷനിൽ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും വോട്ട് ചോദിച്ചേ. എന്റെ പൊന്നോ, രേണുസുതിയുടെ ഫാൻസിന് സഹിക്കുന്നില്ല. എന്തൊക്കെയാണോ അവർ കാട്ടിക്കൂട്ടുന്നത്. ഈ പറയുന്ന അനുമോള് വരെ ചോദിച്ചില്ലേ, പിന്നെ എന്താണ് രേണുസുതി പറഞ്ഞതിന് കുറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ ഫാൻസ് അസോസിയേഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നു പ്രേക്ഷകരെ, എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക്. ഇത് ഈ രേണു പറഞ്ഞതും ഈ അനുമോള് പറഞ്ഞതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്തുവായാലും അനുമോള് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി പറഞ്ഞു തരാം. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മോളാണ്. ഞാൻ ബിഗ് ബോസ് കയറിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടും എത്ര ദിവസമെന്ന് എനിക്ക് അറിയില്ല. അത് മുന്നേ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ കോഴിക്കോട് നിന്ന് എനിക്കറിയില്ല. ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായി ഞാൻ അവിടെ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ട് പോകുമ്പോൾ നന്നായിട്ട് നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. അപ്പം നല്ലൊരു ബിഗ് ബോസിലൂടെ നല്ല മെസ്സേജും എന്താ പറയണ്ടേ, നല്ല കണ്ടന്റും നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതുപോലെ നിൽക്കുക എന്നുള്ളതും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസിലുള്ള എല്ലാ കണ്ടസ്റ്റന്റിനെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ട കണ്ടസ്റ്റന്റിനെ വെച്ചിട്ട് വോട്ടും കാര്യങ്ങളും കൊടുക്കുക. എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്കും സപ്പോർട്ടും ഒത്തും തരിക. അതൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കേട്ടല്ലോ, ഇവിടെ എന്തുവാണ് അനുമോള് പറഞ്ഞത്? എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം, എന്റെ ഇവരെ ഓർത്ത് എനിക്ക് വോട്ട് ചെയ്യണം, ഞാൻ ഫസ്റ്റ് നോമിനേഷനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണോ ഇവിടെ അനുമോള് പറഞ്ഞത്? അല്ലല്ലോ. നിങ്ങൾ അവിടെ ഉള്ള മത്സരാർത്ഥികളെ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യണം. എന്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഇവിടെ അനുമോള് പറഞ്ഞത്, അല്ലേ? അല്ലാതെ നിങ്ങൾ പി ആറിനെ വെച്ച് പറഞ്ഞ് ഒന്നാം ആഴ്ച തൊട്ട് 12ാം ആഴ്ച വരെയുള്ള എല്ലാ നോമിനേഷന്റെ അവിടെയും ഇതുപോലെ കായ്കൂപ്പിക്കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമേ എന്ന് പറഞ്ഞുള്ള വീഡിയോ എടുത്തു വെച്ച പോലെ ആയിരുന്നോ അനുമോൾ എടുത്തു വെച്ചത്? അനുമോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടും പറയുന്നുണ്ട്, ഇല്ലേ? ഇതാണ് അനുമോളുടെ യൂട്യൂബ് ചാനലിൽ അനുമോൾ അപ്ലോഡ് ചെയ്തത്, കേട്ടോ. അല്ലാതെ വോട്ട് ചോദിച്ചുകൊണ്ടല്ല, ഞാൻ ഇതുപോലെ പോയിട്ടുണ്ട് എന്ന് അവരുടെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ. അതായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ രേണുചുതി ചെയ്ത പോലത്തെ കാര്യങ്ങളല്ല. അത് വേ ഇത് റേ, രണ്ടും തമ്മിൽ നല്ല അന്തരമുണ്ട്. എന്തായാലും രേണുസുതി പറഞ്ഞ ആ കാര്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതും ഇതും കൂടെ എത്ര വ്യത്യാസമുണ്ടെന്ന്. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് രേണുസുതി അവിടെ ഇരുന്നു. നിങ്ങളുടെ പി ആർ തന്നെ നിങ്ങൾക്ക് വോട്ട് തരും, അത് ഉറപ്പാണ്. അത് നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ മുടക്കിയ മുതൽ ഇതാവണ്ടേ, കാശിനൊത്ത് പണി ചെയ്യുന്നുണ്ട് അവര്. അതുകൊണ്ട് തന്നെ ആ വോട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഇവിടെ നിങ്ങളുടെ പി ആർ ടീം പറയുന്ന പോലെ അനു വന്ന് പറഞ്ഞില്ലയോ, അനു വന്നിട്ട് ഇതുപോലെ വീഡിയോ ഇട്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേ, അനു ഇട്ട വീഡിയോ എന്താണ്, രേണു ഇട്ട വീഡിയോ എന്താണ്? രേണു പറയുന്നത് ഒന്നാമത്തെ ആഴ്ചയിൽ ഞാൻ നോമിനേഷനിൽ വന്നു, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം, എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം, സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ഇവിടെ വീഡിയോ ഇട്ടത്. രേണു ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആള് ആ ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അതിനെ ഈ പി ആർ ടീമുകൾ വന്ന് ന്യായീകരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ അനുമോള് പറഞ്ഞത് എന്താണ്? അനുമോള് പറഞ്ഞത് ഞാൻ ഇതുപോലെ ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ, അതോടൊപ്പം തന്നെ അവിടെയുള്ള ഓരോ മത്സരാർത്ഥികൾക്കും നിങ്ങൾ വോട്ട് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ആരാണ് നല്ലതെന്ന് തോന്നുന്നത് അവർക്ക് വോട്ട് ചെയ്യാനാണ് അനു ഇവിടെ പറയുന്നത്. അല്ലാതെ ഞാൻ നോമിനേഷനിൽ എത്തിയിട്ടുണ്ട്, ഫസ്റ്റ് നോമിനേഷനിൽ തന്നെ ഞാനുണ്ട് കേട്ടോ, എനിക്ക് തന്നെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമേ, സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമേ എന്നല്ല, കേട്ടല്ലോ. അങ്ങനെ അതും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം കിടക്കുമ്പോൾ അതും ഇതിന്റെ കൂടെ കൊണ്ടുവന്നിട്ട് ന്യായീകരിച്ച് മെഴുകരുത് എന്റെ പൊന്നു പി ആർ ടീമുകളെ. നിങ്ങൾക്ക് ഈ പറയുന്ന ചേച്ചി പൈസയൊക്കെ തന്നിട്ടുണ്ടാവാം, ആ പൈസയൊക്കെ കിട്ടിയിട്ട് ന്യായത്തിന്റെ കൂടെ ഒക്കെ നിൽക്കണം, കുറച്ചൊക്കെ ഒരു ന്യായമൊക്കെ വേണം. ഇവിടെ അനുമോള് പറഞ്ഞതിൽ ഈ വീഡിയോ കണ്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ രണ്ട് വീഡിയോ ഞാനിവിടെ കാണിച്ചു, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
അനുമോൾ എന്തെങ്കിലും തെറ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? രേണുസുതി പറഞ്ഞത് എന്താണ്? എല്ലാം നിങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. കാരണം കുറെ PR ടീമുകൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട്, ഈ പറയുന്ന അനുമോടെ ഈ വീഡിയോ വെച്ചിട്ട് മെഴുകുന്നുണ്ട്. അനുവിനെ അങ്ങ് താഴ്ത്തിക്കെട്ടാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു വീഡിയോക്ക് കമന്റ് ഇടണം. ഈ പറയുന്ന രേണു ചേച്ചി പറഞ്ഞ പോലാണോ അനുമോൾ ഇവിടെ പറഞ്ഞത്? അനുമോൾ പറഞ്ഞതിന് ഒരു വ്യക്തതയുണ്ട്. അനുമോൾ പറഞ്ഞത് എന്ത് പറയുന്നത് ക്ലിസ്റ്റർ ക്ലിയർ ആണ്. അതിൽ ഒരാൾക്കും ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ എങ്കിൽ രേണു പറഞ്ഞത് അത് തെറ്റാണ്. അത് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ രേണുവിനെ ഇഷ്ടപ്പെടുന്ന ചിലരൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നത് കണ്ടു. അത് എനിക്ക് ഞങ്ങൾക്ക് കോമഡി ആയിട്ടാ തോന്നിയെന്ന്. ഏതാ രേണു പറഞ്ഞത് കോമഡി ആയിട്ടാ തോന്നിയ പോലും. എന്തൊക്കെയാ ഈ കഴുകി മെഴുകുന്നത്? അതെങ്ങനെ കോമഡി ആകും? അതെങ്ങനെ കോമഡി ആകും? ചെയ്തത് തെറ്റല്ലേ? പിന്നെ ഒരു കസിനോട് ക്ഷമ പറഞ്ഞിട്ട് പോയല്ലോ. അത് ഏതാ നിങ്ങൾക്കുള്ള കസിൻ? ആ കസിനാണ് PR കസിൻ. അതെല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ഓരോന്ന് പറഞ്ഞ് മെഴുകുമ്പോഴും ഓരോന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴും PR ടീം തന്നെ ഈ രേണുവിന്റെ അധപതനത്തിന് ഇടയാവുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളെ പോലെയുള്ളവരുടെ മണ്ടയിലേക്ക് കയറി മെതിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ എന്താണോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ കാര്യങ്ങളെടുത്താണ് പ്രതികരിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന രേണുസുതി കാണിച്ചു വെച്ച ഓരോ കൊള്ളരുതായ്മയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ അവരുടെ അവർക്ക് അങ്ങ് ഇതാകണം അല്ലെങ്കിൽ അവരെ അങ്ങ് നശിപ്പിക്കണം എന്നൊന്നും കരുതിയല്ല. അതാദ്യം മനസ്സിലാക്കുക. അവർ ഓരോരുത്തരോടും ചെയ്ത കാര്യങ്ങളാണ്. ഇന്ന് ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ തന്നെ പറയുന്നത് കേട്ടു, ഫ്രീ ആയിട്ട് നമ്മൾ ആരുടെയും ഒന്നും വാങ്ങല്ലേ, എനിക്ക് തന്ന പാത്രങ്ങൾക്ക് വരെ കണക്ക് പറയുന്നുണ്ട്, ഞാൻ ഇനി സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിലേക്ക് മാറും, സുധിച്ചേട്ടന്റെ ആഗ്രഹമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ആര് പറഞ്ഞു എന്നാ ഇവർ പറയുന്നത്? ഇന്നും അവർ പറയുന്നുണ്ടല്ലോ, ഇവർക്ക് ഏതോ കരീഷ്മ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചാണ് ഈ സാധനം എല്ലാം കൊടുക്കുന്നതെന്ന്. എന്നിട്ടാ ഇവർ പറയുന്നത് ആ വീടിന് കൊടുത്ത പാത്രത്തിന്റെ കഥ പറയുന്നു. ഇവർ പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ഇവർ പറയുന്നത് കരീഷ്മ എന്ന് പറയുന്നവർ ഇവർക്ക് ഫ്രീ ആയിട്ടാണ് എല്ലാം കൊടുക്കുന്നത്. എന്നിട്ട് ഇവർ ബിഗ് ബോസ് വീടിനുള്ളിൽ ഈ വീടിന്റെ കുറ്റമാണ് പറയുന്നത്. വീടിനകത്ത് കൊടുത്ത ആ പാത്രങ്ങൾക്ക് വരെ കണക്ക് പറയുന്നു. അതൊരു കൂട്ടം ഫേസ്ബുക്ക് കൂട്ടായ്മക്കാരാണ് കൊടുത്തത്, അവർ എന്ത് പറയുന്നത് ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഇവർക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കവേ ഇവരെന്തിനാണ് ഈ ഒരു വർത്തമാനം ഇപ്പം ബിഗ് ബോസ് വീടിനുള്ളിൽ പറഞ്ഞത്? എന്തിനാണ്? അപ്പൊ നിങ്ങൾ ഈ കൊടുക്കുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവർക്ക് നന്ദി എന്ന് പറയുന്നത് അവരുടെ ബ്ലഡിൽ ഇല്ല. അതാണ് സത്യം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതാണ് സത്യം. ഇപ്പൊ ഈ പറയുന്ന കരീഷ്മ എന്ന് പറയുന്ന ഏതോ ഒരു കൊച്ച് ഇവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഭാവിയിൽ ആ കൊച്ചിന്റെ അവസ്ഥ എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കാരണം ഇനിയും അവരോടും പറയും ഇതുപോലെ, ഇനി സ്വന്തമായിട്ടൊരു വീട് വെക്കണം, ആ വീട്ടിലേക്ക് മാറണം, അതിന് ആര് കൊടുക്കണം? സാമ്പത്തിക സഹായം ആൾക്കാർ കൊടുക്കണം, ഇല്ലേ? അപ്പൊ അവർ എന്ത് പറയും? ഇത് തന്നെ പറയും. ഈ പറയുന്ന വീടിന്റെ അകത്തെ സാധനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ വീടിന്റെ അകത്തെ എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ചോ ആരെങ്കിലും ചർച്ച ചെയ്തോ? ഇല്ല. ഇവർ വന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വീടിന്റെ വിഷയം കൊണ്ടുവന്നിട്ടത് കൊണ്ടും ഈ പറയുന്ന ബിഷപ്പിനെ നാറ്റിച്ചത് കൊണ്ടും താജിനെ നാറ്റിച്ചത് കൊണ്ടും ഫിറോസിനെ നാറ്റിച്ചത് കൊണ്ടും ഒക്കെയാണ് ഈ ഒരു വിഷയം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടത്. ഇല്ല എങ്കിൽ ഇവരുടെ കുടുംബത്ത് കയറി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇവര് ജീവിക്കട്ടെ, ഇവര് അവരുടെ ജോലി ചെയ്ത് പോകട്ടെ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ആരും ഇവരെ പോയി ദ്രോഹിച്ചില്ല. ഇവര് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരെ ദ്രോഹിക്കുന്നത് കണ്ടിട്ടാണ് ഓരോരുത്തരും ഇത് പ്രതികരണവുമായിട്ട് എത്തിയത്. അത് അത്രേ ഉള്ളൂ. ഇപ്പോഴിതാ അനുമോളെയും ഈ പറയുന്ന രേണുസുതിയുടെ ഈ രണ്ട് വീഡിയോ വെച്ച് കമ്പാരിസൺ ചെയ്തിട്ട് അനുമോളും പറഞ്ഞില്ലേ, പിന്നെന്തായിരുന്നു കഴിഞ്ഞ സീസണിൽ ഋഷി പറഞ്ഞില്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അവരൊക്കെ എന്താണ് പറഞ്ഞത്? എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും